എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ക്ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു സിദ്ദിഖ് പെട്ടു മോളെ പെട്ടു. സിദ്ദിഖിന്റെ നേരെ വരുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള ആരോപണങ്ങളാണ്. സിദ്ദിഖ് പെട്ടു. ഇപ്പോഴിതാ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെച്ചിരിക്കുകയാണ്. കാരണം രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു നടി വന്നിട്ട് സിദ്ദിഖിനെതിരെ ഉന്നയിച്ച ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആരോപണം തന്നെയാണ്. കാരണം അത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടിയ തന്നെയാണ് ഇതൊക്കെ പൊങ്ങി വന്നത്. ഇതെന്നാണ് ആ ഒരു നടിക്ക് 21ാമത്തെ വയസ്സിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ വന്ന് പുറത്ത് പറഞ്ഞിരിക്കുന്നത്. അന്നൊന്നും മീഡിയയുടെ മുമ്പിൽ ഈ ഒരു നടി വന്ന് പറയുകയോ അല്ലെങ്കിൽ എനിക്കിത് സംഭവിച്ചു എന്ന് ഈ നടി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഈ നടി വന്ന് സിദ്ദിഖിനെതിരെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖിൻ്റെ ഈ അഭിനയ രംഗത്ത് കിട്ടിയ ഒരു അടി തന്നെ എന്ന് പറയാം. അതുപോലത്തെ ഒരു അടിയാണ്. ഈ ഹേമ കമ്മിറ്റി വിഷയത്തെക്കുറിച്ച് സിദ്ദിഖ് വന്നു മീഡിയയിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. വളരെ സൗമ്യനായി വളരെ മാന്യമായുള്ള രീതിയിലൊക്കെ ആയിരുന്നു പുള്ളിയുടെ ഒരു സംസാരമൊക്കെ. എന്നാൽ ഈ ഒരു രേവതി സമ്പത്ത് ഒരു കാര്യം പറഞ്ഞതോടുകൂടി ഈ പറയുന്ന സിദ്ദിഖിന്റെ ഇമേജ് മൊത്തത്തിൽ തകർന്നു പോയെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സിദ്ദിഖ് ഇപ്പോൾ അമ്മ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരിക്കുക. രാജിവെച്ചിട്ട് ഇനിയും ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലായിരിക്കും ഇപ്പോൾ സിദ്ദിഖ് എത്തിയിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖ് ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്താണ് അന്ന് സംഭവിച്ചത് എന്ന കാര്യത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. മീഡിയ പുറകെ തന്നെയുണ്ട്. എന്തുമായാലും സിദ്ദിഖ് അത് പറയുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രേവതി സമ്പത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. സിദ്ദിഖ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഏതോ ഒരു പടത്തിന്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ടാണ് പുള്ളിക്കാരിയെ വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഡിസ്കഷന്റെ ഭാഗവുമായിട്ട് അവിടെ ചെന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് പുള്ളിക്കാരി പറയുന്നത്. അതിനകത്ത് എനിക്ക് വലിയൊരു അതിശയമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അങ്ങനെ ഒരു മൂവീസ് ഇല്ല. അങ്ങേരെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളമാണ്. അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത് റേപ്പാണ്. അദ്ദേഹത്തിന്റെ സർട്ടൻ സ്റ്റേറ്റ്മെന്റ്സുകൾ ലൈക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ക്ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതി. ടു ബി വെരി ഫ്രാങ്ക്, ഞാനൊരു മീഡിയയിലാണ് സംസാരിക്കുന്നത്. എനിക്കറിയാം ഇതുപോലുള്ള വാക്കുകൾ ഇത് കാണുന്ന പല സർവൈവേഴ്സിനും ഇത് എങ്ങനെയാണ് അവർ പറഞ്ഞത് കേട്ടിരുന്നോ? ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിലും ലിക്ക് ചെയ്യാൻ സമ്മതിച്ചാൽ മതിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇടാൻ സമ്മതിച്ചില്ലെങ്കിൽ എനിക്കൊന്ന് നക്കാൻ തന്നാൽ മതിയെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പുള്ളിക്കാരൻ അവിടെ പറഞ്ഞത്. ഇത്രയ്ക്കൊരു നാറിയ ഒരു ആളായി പോയല്ലോ എൻ്റെ സിദ്ദിഖേ. നിങ്ങളൊക്കെ സിനിമയിൽ വല്ലാണ്ട് അങ്ങ് മെതിച്ച് നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ, നിങ്ങളൊക്കെ ആരാ, നിങ്ങൾ നല്ലൊരു ആക്ടറാണ്, നിങ്ങൾ നല്ല സംഭവമാണ്, നിങ്ങൾ നല്ല സ്വഭാവത്തിന് ഉടമയാണെന്നൊക്കെ വിചാരിച്ചിരുന്ന എല്ലാ പ്രേക്ഷകരെയും ഒരുമാതിരി പറ്റിക്കുന്ന പരിപാടിയല്ലയോടോ താൻ കാണിച്ചത്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ അന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് ഉണ്ടായ സംഭവമാണ് അവരുടെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നത്. ഇത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങളത് തെളിയിച്ചിട്ട് ഇപ്പോൾ എന്തുമായാലും അത് പറയണം. എന്തുമായാലും നിങ്ങളിപ്പോൾ അമ്മ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. ഒഴിഞ്ഞിട്ട് നിങ്ങൾ ഇനി എന്തോ മോഹൻലാലിന് കൊണ്ട് കത്തൊക്കെ കൊടുത്തു നിങ്ങളെ ആ ഭാഗം ക്ലിയർ ആക്കി ഇനിയും നിങ്ങൾ ആ കേസുമായിട്ട് മുമ്പോട്ട് പോകണം. മുമ്പോട്ട് പോയിട്ട് നിങ്ങൾ തെളിയിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ രേവതി സമ്പത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ഈ തൈരും ഇതൊക്കെ അങ്ങോട്ട് ചിക്കനും ഇതൊക്കെ അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് അടിക്കുന്ന സമയത്ത് നിങ്ങളൊരു വർത്തമാനം കൂടെ പറഞ്ഞെന്ന് പറഞ്ഞു. എന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ചോറും തൈരും മീൻകറിയും കൂട്ടി കഴിച്ചൊരു മനുഷ്യനാണ്. ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കുമില്ല. ചോറും മീൻകറിയും തൈരും അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലർത്തി സംസാരിച്ചിട്ടുണ്ട്. എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ, അങ്ങനെ എന്തോ ഒരു വാക്ക്, അങ്ങനത്തെ ഉള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയതാണ്. എനിക്ക് ജസ്റ്റ് ബ്ലോക്ക്ഡ് മീ. വൈരുദ്ധ്യ ആഹാരങ്ങളാണ് എനിക്കിഷ്ടം. ഓക്കെ, തൈരും അതോടൊപ്പം തന്നെ മീൻകറിയും ഒക്കെ അങ്ങോട്ട് ഇളക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പുള്ളിക്കാരൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പുള്ളി പറഞ്ഞ കാര്യം എന്താണ്, എനിക്ക് വിശുദ്ധ ആഹാരങ്ങളാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെക്ഷുവലായിട്ടുള്ള ഒരു വർത്തമാനം അവിടെ പുള്ളിക്കാരൻ പറഞ്ഞു. എന്ത് പറഞ്ഞാലും സിദ്ദിഖ് പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര പടലായിപ്പോയി.
എന്തുവായാലും ഇതിന് മറുപടി എന്താണ് സിദ്ദിഖ് പറയുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതോടൊപ്പം തന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകനും പെട്ടിരിക്കുകയാണ്. രഞ്ജിത്ത് പെട്ടിരിക്കുന്നത് നമ്മുടെ ഒരു ബംഗാളി നടി വന്നിട്ട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കി ആ പുള്ളിക്കാരിയെ ഇതുപോലെ ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് രഞ്ജിത്ത് അണ്ണനും രാജിവെക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. എന്തുവായാലും ഇനി എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.